ബീഹാർ. പട്നയാണ് ബീഹാർ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം. ബീഹാർ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. മാരിഗോൾഡാണ് ബീഹാറിൻ്റെ ഔദ്യോഗിക പുഷ്പം. അരയാലാണ് ബീഹാർ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം. ബീഹാർ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പക്ഷി പനങ്കാക്കയാണ്. കാട്ടുപോത്താണ് ബീഹാർ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മൃഗം. ബീഹാർ സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതി പട്നയാണ്. പ്രാചീന കാലത്ത് മഗധ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ബീഹാർ. ബുദ്ധമതത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ബീഹാറാണ്. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. എണ്ണ ശുദ്ധീകരണമാണ് ബീഹാറിലെ പ്രധാന വ്യവസായം. 1950 ജനുവരി 26 ബീഹാർ സംസ്ഥാനം രൂപീകൃതമായി. പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ബീഹാറാണ്. ബീഹാറിലെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി നദിയാണ്. ശ്രീബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച ബോധഗയ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാറാണ്. മഹാവീരൻ നിർവ്വാണം പ്രാപിച്ച പാവപുരി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാറാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രതീകം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. ജയപ്രകാശ് നാരായണൻ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന നഗരം പട്നയാണ്. 1764 ബക്സാർ യുദ്ധം നടന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. പ്രാചീന സർവകലാശാലകളായ നളന്ദ, വിക്രമശില എന്നിവ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. ലോകത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ സർവകലാശാല എന്നറിയപ്പെടുന്നത് നളന്ദയാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായ ചമ്പാരൻ സത്യാഗ്രഹം 1917 ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കന്നുകാലിമേള നടക്കുന്ന സ്ഥലമായ സോണിപൂർ ബീഹാറിലാണ്. ഏഷ്യയിലെ ആദ്യ നാഷണൽ ഡോൾഫിൻ റിസർച്ച് സെൻറ്റർ നിലവിൽ വരുന്നത് പാറ്റ്നയിലാണ്. ബാലവേല തടയുന്നതിനായി ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ബീഹാറാണ്. ബീഹാർ എന്ന പദം രൂപം കൊണ്ടത് വിഹാരം എന്ന വാക്കിൽ നിന്നാണ്. കുമാരഗുപ്തനാണ് 5-ാം നൂറ്റാണ്ടിൽ നളന്ദ സർവകലാശാല സ്ഥാപിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനെതിരെയായിരുന്നു ബീഹാർ മൂവ്മെൻറ്റ് രൂപം കൊണ്ടത്. ലിച്ചിപ്പഴത്തിൻ്റെ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ബീഹാറിലെ ജില്ല മുസാഫർപൂർ ആണ്. കോസി, ഹാഡക്, ഫൽഗം എന്നിവയാണ് പ്രധാന നദികൾ. ഭൂപ്രഭുക്കന്മാരുടെ സൈന്യമാണ് രൺബീർ സേന. ഷേർഷയുടെ ശവകുടീരം ബീഹാറിലാണ്. നവരാത്രിയാണ് ബീഹാറിലെ പ്രധാന ആഘോഷം. വാൽമീകി നാഷണൽ പാർക്ക് ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. താമര സമ്മാനിക്കുന്ന ഇടം എന്നാണ് നളന്ദ എന്ന വാക്കിൻ്റെ അർത്ഥം. പാട്ലിപുത്രം എന്നത് പാട്നയുടെ പഴയ പേരാണ്. സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. ദാമോദർ വാലി പ്രൊജക്റ്റ് കോസി നദിയിലാണ്. വൈശാലിക്കടുത്തുള്ള കുണ്ടല ഗ്രാമത്തിലാണ് മഹാവീരൻ ജനിച്ചത്.